എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും അക്ഷരമുറ്റം ക്വിസിന് പഠിക്കുകയാണ്, ശരിയല്ലേ? ഓഗസ്റ്റ് 14 തീയതിയാണ് സ്കൂൾ തല മത്സരങ്ങൾ നടക്കുന്നത്. പിന്നെ നമുക്ക് സബ് ജില്ല സംസ്ഥാന മത്സരങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓരോ അക്ഷരമുറ്റത്തിൽ നിന്നും വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സീരീസിൽ നോക്കുന്നത്. ഓക്കെ, ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള പത്രങ്ങളിൽ നിന്നും അക്ഷരമുറ്റത്തിൽ നിന്നുമാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ചേട്ടൻ നോക്കുന്നത് അക്ഷരമുറ്റത്തിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 3 അക്ഷരമുറ്റത്തിലെ വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം മക്കൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ചേട്ടൻ ലിങ്ക് ഇതിന് മേലെ കൊടുക്കുന്നുണ്ട്, പിന്നെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 ജൂലൈ 4 തീയതി വന്ന അക്ഷരമുറ്റത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാരാണെന്ന് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മലയാളത്തിലെ പ്രിയങ്കരനായ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറാണ്, ശരിയല്ലേ? ഇദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഏത് ജില്ലയിലാണ് ഇദ്ദേഹം ജനിച്ചത്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദേശം ഏത് ജില്ലയിലാണ്? അപ്പോൾ ചിലർക്കെല്ലാം കിട്ടിയിട്ടുണ്ടാവും വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയാൻ കാരണം എന്താണ്? വൈക്കത്തെ തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത്. പക്ഷെ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്നത് എന്നിട്ടാണ്? ബഷീർ കുറെ കാലം ജീവിച്ച ബേപ്പൂരിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇദ്ദേഹത്തിന്റെ പല കൃതികളിലും കാണാം. അപ്പോൾ അങ്ങനെയാണ് ബഷീർ ബേപ്പൂർ സുൽത്താൻ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്നതുകൊണ്ട് കോഴിക്കോടാണ് ജന്മദേശം എന്ന് വിചാരിക്കരുത്. ഓക്കെ, കോട്ടയത്തെ വൈക്കത്തുള്ള തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിക്കുന്നത്. അപ്പോൾ ജന്മദേശം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ്. ഓക്കെ, കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു ഏടായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, ഗാന്ധിജി അടക്കം കേരളത്തിലെത്തിയ ഈ ഒരു വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? അതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ചേട്ടൻ ഒന്നുകൂടി പറയാം. അതായത് വൈക്കം സത്യാഗ്രഹം നടന്നത് ഏത് വർഷത്തിലാണ്? ഉത്തരം 1924. ഓക്കെ, അപ്പോൾ ചേട്ടൻ ഇത് ചോദിക്കാൻ ഒരു റീസൺ ഉണ്ട്. അതായത് 2024 എന്ന് പറയുന്നത് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആണ്. ഓക്കെ, 100 വർഷം തികയുന്ന വർഷമാണ്. മക്കളെ, ഈ പടത്തിൽ കാണുന്ന ആളെന്ന് പറയുന്നത് ദ ഹീറോ ഓഫ് വൈക്കം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ ആരാണ് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഹീറോ ഓഫ് ദ വൈക്കം സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. ഓക്കെ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഇദ്ദേഹമാണ് ദ ഹീറോ ഓഫ് വൈക്കം സത്യാഗ്രഹ എന്ന് അറിയപ്പെടുന്നത്. 1930 ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബഷീർ അറസ്റ്റിലാകുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഉജ്ജീവനം എന്നൊരു വാരിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ ഏത് പേരിലാണ് ബഷീർ ഈ ഒരു വാരികയിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്? ഉത്തരം പ്രഭ ആണ്. ഓക്കെ, പ്രഭ എന്ന പേരിലാണ് ബഷീർ ഉജ്ജീവനത്തിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കേളപ്പനെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്, ശരിയല്ലേ? അതെന്നിട്ടായിരിക്കും കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത്? 1930 ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പോലെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, കേരളത്തിലെ എവിടെയാണ് കേളപ്പൻ ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? ചേട്ടൻ ഉത്തരം പറയാണ്, കണ്ണൂരിലുള്ള പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേരെന്തായിരുന്നു? ചേട്ടൻ ഉത്തരം പറയാണ്, എൻ്റെ തങ്കം. ഓക്കെ, അടുത്ത ചോദ്യവും ബഷീറിനെ കുറിച്ച് തന്നെയാണ്. സാറാമയും കേശവൻ നായരും തമ്മിലുള്ള മതാതീത പ്രണയത്തിന്റെ കഥ പറയുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ഓക്കെ, ബഷീർ പലതരത്തിലുള്ള കൃതികൾ രചിച്ചിട്ടുണ്ട്. അതായത് കവിതകൾ രചിച്ചിട്ടുണ്ട്, നോവൽ രചിച്ചിട്ടുണ്ട്, കഥ രചിച്ചിട്ടുണ്ട്, പിന്നെ നാടകം രചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ കഥാബീജം എന്ന് പറയുന്നത് ഏത് തരത്തിൽപ്പെടുന്ന കൃതിയാണ്? ചേട്ടൻ ഉത്തരം പറയാണ്, ബഷീർ രചിച്ച ഏകാംഗ നാടകമാണ് കഥാബീജം എന്ന് പറയുന്നത്. ഓക്കെ, മക്കളിപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനും സാഹിത്യ നിരൂപകനും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീർ സാഹിത്യം എന്ന് നിരീക്ഷിച്ച ഈ ഒരു മലയാള സാഹിത്യ നിരൂപകന്റെ പേരെന്താണ്? ചേട്ടൻ ഉത്തരം പറയണേ, MN വിജയനാണ്. ഓക്കെ, MN വിജയൻ മാഷാണിത്. ബഷീറിന്റെ കൃതികളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗാണ്, ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്ന്. ഓക്കെ, സുഹറയും മജീദും കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഏത് ബഷീർ കൃതിയിലാണ് ഈ ഒരു ഡയലോഗ് വരുന്നത്? അപ്പോൾ സുഹറയും മജീദും ഉണ്ട്, അപ്പോൾ അവർ ഫ്രണ്ട്സ് ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ചേട്ടൻ ആൻസർ പറയണം. ഓക്കെ, ബാല്യകാല സഖിയിലാണ് ഈ ഒരു ഡയലോഗ് വരുന്നത്. ബാല്യകാലത്തുള്ള സഖി, അതായത് മജീദിന്റെ ബാല്യകാലത്തുള്ള സഖിയായിരുന്നു സുഹറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ പേര് വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ബാല്യകാല സഖി ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരു ഏടാണ്. വക്കീൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. ബാല്യകാല സഖിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ട മലയാളത്തിലെ സാഹിത്യ നിരൂപകൻ ആരാണ്? ഉത്തരം MP പോളാണ്. ഓക്കെ,
അടുത്ത ചോദ്യം മക്കളാണ് ആൻസർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്. നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി 26 ശരിയല്ലേ? 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിവസം ഏതായിരുന്നു? അപ്പോൾ മക്കൾക്ക് ആൻസർ അറിയത്തില്ലെങ്കിൽ ആൻസർ അറിയാനും ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ചേട്ടൻ മേലെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് അതിൽ നോക്കിയാൽ മതി. ഓക്കെ, നമ്മളെല്ലാവരുടെയും എല്ലാ ടെക്സ്റ്റിലും ആദ്യം തന്നെ കൊടുത്തിട്ടുള്ള പക്ഷെ നമ്മൾ ആരും വായിക്കാത്തൊരു പേജാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ശരിയല്ലേ? അപ്പോൾ ഈ ആമുഖത്തിലുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ചേട്ടൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ മക്കൾ കണ്ടിട്ട് ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2024 ജൂലൈ 4 വന്ന അക്ഷരമുറ്റത്തിലെ പരമാവധി ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. മക്കളെല്ലാവരും നിങ്ങൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ, കറണ്ട് അഫയേഴ്സിലെ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അതൊരു ഉപയോഗമായിരിക്കും. അക്ഷരമുറ്റം എന്ന പോലെ തന്നെ പത്രവാർത്തയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള പത്രങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അതൊന്ന് നോക്കണം. ഓക്കെ, പിന്നെ മക്കളുടെ പാഠഭാഗങ്ങളുടെ വീഡിയോസും ചേട്ടൻ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങളുടെ വീഡിയോസ് കൂടി കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അതുകൂടി കാണാം. ബാക്കി അക്ഷരമുറ്റം വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴും നിങ്ങൾക്ക് കാണാം. അപ്പോൾ മക്കൾക്ക് ഇന്നത്തെ ക്വിസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കിട്ടാനായിട്ട് മക്കളെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ ഇടുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.